ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സുഖമല്ലേ? ഈ വർഷത്തിലെ റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവ് നമ്മുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ അടുത്ത വർഷമേ ഇനി റജബ് മാസം വരികയുള്ളൂ. അന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ റജബിലുണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. ഇന്ന് റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ്, നാളെ റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച മഗ്‌രിബിനോടുകൂടി മിഹ്റാജ് രാവ് ആരംഭിക്കുകയായി. മറ്റന്നാൾ നമുക്ക് മിഹ്റാജിൻ്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ട ദിവസമാണ്. അപ്പോൾ മിഹ്റാജിലെ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ വളരെ പുണ്യമുള്ളൊരു ദിവസമാണ്. പ്രാർത്ഥനകൾക്ക് ഹിജാബത്ത് കിട്ടുന്ന ഒരു സമയങ്ങളുള്ള ദിവസങ്ങളാണിതെല്ലാം. റജബ് 27 അന്നത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ 60 മാസം അഥവാ 5 വർഷം നമ്മൾ നോൻപ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. റജബ് 27 മിഹ്റാജ് നോമ്പ് പ്രത്യേകമായി പുണ്യമാക്കപ്പെട്ട നോമ്പാണ്. എല്ലാവരും കഴിയുന്നവരൊക്കെ അത് അനുഷ്ഠിക്കാൻ നോക്കുക. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വലിയമ്മമാർ റജബ്, ഷഹബാൻ, റമളാൻ ഈ 3 മാസങ്ങളിലെ നോമ്പ് 90-ാം നോമ്പ് എന്നാണ് പറയുന്നത്, അത് അനുഷ്ഠിച്ചവരുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് പ്രായമായതുകൊണ്ട് നോമ്പ് പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ 90 നോമ്പും അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിരുന്നു. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ എങ്ങനെ ഈ 90 ദിവസം അവർക്ക് നോമ്പ് നോക്കാൻ കഴിയുക എന്നൊക്കെ. പക്ഷേ പഠിച്ച തമ്പുരാൻ അവർക്ക് അതിലൊരു ശക്തി കൊടുക്കുകയായിരിക്കും. ഇപ്പോൾ അങ്ങനെ 90-ാം നോമ്പ് നോൽക്കുന്ന വല്യമ്മമാരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ റജബിലെ ഒരു നോമ്പെങ്കിലും അനുഷ്ഠിച്ചിരിക്കണം. റജബിലെ ഈ ഒരു രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിസ്കാരം നിർബന്ധമാക്കിയത്. നമ്മുടെ നബിയുടെ കയ്യിൽ നിസ്കാരം സമ്മാനമായിട്ട് നമുക്ക് കൊടുത്തയച്ചത്. മറ്റുള്ള ഇബാദത്തുകളും കർമ്മങ്ങളുമെല്ലാം നമുക്ക് നബിക്ക് വഹി മുഖേനയാണ് അള്ളാഹു എത്തിച്ചത്. ഈ ഒരു നിസ്കാരം എന്ന് പറയുന്ന സംഭവം അള്ളാഹു നേരിട്ട് നബിയുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ച സംഭവമാണ്. അപ്പോൾ നിർബന്ധമാക്കപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത്. അപ്പോൾ അത് ആരും തന്നെ ഒരിക്കലും ഒഴിവാക്കാതെ നിസ്കരിക്കാൻ ശ്രമിക്കണം. 5 നേരത്തെ നിസ്കാരം നിർബന്ധമായിട്ട് നമ്മൾ നിർവഹിക്കുക. അത് ഖളാഹാകാതെ നോക്കുക. ഖളാഹായി കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും കാരണത്താൽ ഖളാഹാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ നിസ്കാരം വീണ്ടെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്ന് മഗ്‌രിബ് മുതൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളിൽ മുഴുകാൻ ശ്രമിക്കുക. ഇനി ഇങ്ങനെയൊരു ദിവസം നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ അടുത്ത വർഷം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസങ്ങളൊന്നും നിങ്ങൾ പാഴാക്കി കളയരുത്. റജബ് അവസാനിക്കാൻ പോവുകയാണ്. ഇതൊക്കെ മഗ്‌രിബോട് കൂടി നിസ്കരിക്കുക. നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുക, ഖുർആനുകൾ ഓതുക. ഒരു യാസീനെങ്കിലും ഓതാതിരിക്കരുത് ഒരു ദിവസം. മഗ്‌രിബിന് ശേഷം ഒരു യാസീനെങ്കിലും ഓതാത്തൊരു വീട് ഉണ്ടാകാൻ പാടില്ല. ഖുർആനിൻ്റെ ഹൃദയമാണ് യാസീൻ എന്നത്. ആ ഒരു ഹൃദയമായ യാസീൻ ഓതാത്ത ഒരു വീട് പോലും മുസ്ലിമായ നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. ഖുർആനിൻ്റെ ഹൃദയമായ യാസീൻ സൂറത്ത് ഒരാൾ ദിവസവും പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന പ്രതിഫലത്തെ, നന്മയെക്കുറിച്ച് പറയുന്ന ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാം. ഒരിക്കൽ അയാൾ മരണപ്പെട്ടപ്പോൾ അയാളെ പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കി. എല്ലാവരും പിരിഞ്ഞു പോയി. അതിൻ്റെ ഒരു ബന്ധു മാത്രം കുറച്ച് സമയം കൂടി അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിന്നപ്പോൾ കബറിൽ നിന്നൊരു പ്രത്യേക ഒരു ഭീകരജീവി ഓടിപ്പോകുന്നത് ഈ ഒരു ബന്ധു കണ്ടു. അപ്പോൾ ആ ബന്ധു ആ ഒരു ഭീകരജീവിയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ഒരു കബറിനുള്ളിൽ നിന്ന് ഇങ്ങനെ പേടിച്ച് ഓടിപ്പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഭീകരജീവി മറുപടി പറഞ്ഞു, ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ്റെ തിന്മയെ ചെയ്തതിൻ്റെ ഫലമായി ശിക്ഷിക്കാൻ വന്നതാണ് ഞാൻ. പക്ഷേ അയാൾ ദിവസവും മഗ്‌രിബിന് ശേഷം യാസീൻ ഓതുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ യാസീൻ്റെ നന്മകൾ ഉള്ള ഒരു രൂപം ഈ തിന്മയായ എന്നെ പേടിപ്പിച്ച് കബറിൽ നിന്ന് ഓടിച്ചു വിട്ട രംഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അയാൾ ചെയ്തിരുന്ന നന്മകൾ ഫുള്ളും ഇയാൾ മഗ്‌രിബിന് ശേഷം ഓതിയ ഈ ഒരു യാസീൻ്റെ ഫലമായി ഇല്ലാതായി എന്നാണ്. അത്രക്കും പ്രതിഫലമുള്ള ഒരു സൂറത്താണ് യാസീൻ സൂറത്ത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക. ദിവസവും കഴിയുന്നത് ഓതുക. എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാതുമുണ്ട്. അതെല്ലാം ചോദിച്ചാൽ ഉത്തരം നൽകുന്ന നല്ല പുണ്യമാസങ്ങളിലെ പുണ്യ ദിവസങ്ങൾ, അതിലെ പുണ്യ സമയങ്ങളൊക്കെ അള്ളാഹു തന്നിട്ടും ഓരോരുത്തർക്ക് ചോദിക്കാൻ മടിയാണ്. അള്ളാഹുവിനോട് എന്തിനാണ് നമ്മളിങ്ങനെ ചോദിക്കാൻ മടി കാട്ടുന്നത്? ചില ആളുകൾക്ക് അള്ളാഹുവിനോടൊന്ന് സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിൻ്റെ മുന്നിൽ 2 കൈയും നീട്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ,
എത്ര മടിയുള്ളവരുണ്ട്. ഇത്ര നല്ല ഓഫറുള്ള ദിവസങ്ങൾ തന്നിട്ട് നമ്മൾ ചോദിക്കാതെ, അതിനുള്ള ഉത്തരം കിട്ടാതെ ഇത്രയും നല്ല പുണ്യ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തുന്ന എത്രയോ വ്യക്തികളുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് നമുക്ക് തരുന്നതാണ്. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും ചോദിച്ച് സ്വൈരം കെടുത്തണം. പിന്നെയും സ്വൈരം കെടുത്തിയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളത് ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അർഹതയില്ലാത്തതായിരിക്കും. അത് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ദോഷങ്ങൾ അള്ളാഹു കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നമുക്കത് തരാത്തത്. അതിന് പകരം അള്ളാഹു നമുക്ക് മറ്റൊരു നന്മ തരുന്നതാണ്. ഒരിക്കലും എൻ്റെ കൂട്ടുകാരുടെ ഒരു മോള് നല്ല വിദ്യാഭ്യാസമുള്ള മോളാണ്. അവളൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് അവൾക്ക് ഇഷ്ടമായിട്ട് പോയൊരു ജോലിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ പോയപ്പോൾ കിട്ടുമെന്നുള്ളത് അവൾ ഉറപ്പിച്ചു, നല്ലോണം പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിരുന്നു. കിട്ടുമെന്ന് ഉറപ്പിച്ചു. ലാസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ആ ജോലി കിട്ടിയില്ല. അവൾക്കത് ഭയങ്കര ഒരു സങ്കടമായി. എനിക്ക് കിട്ടേണ്ടിയിരുന്നു, അത്ര നല്ല ജോലിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ആ ജോലി ചിലപ്പോൾ നിനക്ക് വിധിച്ചിട്ടുണ്ടാവില്ല, നീ പ്രാർത്ഥിച്ചോളല്ലോ പഠിച്ചുകൊണ്ട് പറഞ്ഞിരിക്കണേ, എന്നിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജോലി വേണ്ട, നിനക്കതിലും നല്ലതൊന്ന് കിട്ടുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് വേറൊരു ഇൻ്റർവ്യൂ എന്നല്ല, അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു കൊടുത്തൊരു ജോലിയായിരുന്നു. അങ്ങനെ അവൾ ആ ഒരു ജോലിക്ക് വേണ്ടി കണ്ട് ശ്രമിച്ചു. അവിടെ പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവളെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അതിലും നല്ലൊരു ജോലി. അവൾ അതായിരുന്നു നല്ല ജോലി എന്ന് കരുതിയിരുന്നത്. പക്ഷേ അതിനേക്കാൾ നല്ല ജോലിയും അത്യാവശ്യം ശമ്പളവും നല്ല സ്റ്റാഫും എല്ലാം കൊണ്ടും നല്ലൊരു ജോലി അവൾക്ക് കിട്ടിയൊരു സന്തോഷമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആദ്യം അവൾ കരുതിയിരുന്നത് മറ്റേ ജോലിയാണ് നല്ലതെന്നാണ്. പക്ഷേ അതിനേക്കാൾ നല്ല ബെറ്ററായിട്ടില്ല, അവൾക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് അവൾക്ക് പിന്നെ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഠിച്ചവരോട് നമ്മൾ ഒരുപാട് ചോദിച്ച് സ്വൈര്യം കെടുത്തിയിട്ടും നമുക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടാത്തതാണ്. പഠിച്ചവൻ നമുക്ക് തരാൻ കരുതിയിട്ടില്ല. അതിനേക്കാൾ നല്ലത് നമുക്ക് പഠിച്ചവൻ തരുന്നതാണ്. അപ്പോൾ റജബ് മാസം ഇവിടെ തീരാനായി. ഇന്നും നാളെയും മറ്റന്നാളെയൊക്കെയുമായിട്ട് നല്ല പുണ്യമുള്ള ദിവസങ്ങളാണ്. ഒരുപാട് പ്രാർത്ഥിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ അധികരിപ്പിക്കുക, മിഹ്റാജിലെ നോമ്പൊക്കെ കഴിയുന്നവർ നോമ്പ് അനുഷ്ഠിക്കുക. ഇനി കഴിയാത്തവരുണ്ട്, അശുദ്ധി മൂലം കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദിക്റുകൾ അധികരിപ്പിക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. പടച്ചവനറിയാലോ നമുക്കത് നോൽക്കാൻ ആഗ്രഹമുണ്ട്, പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായും അതിൻ്റെ ആ നോറ്റ പ്രതിഫലം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആരും വിഷമിക്കേണ്ട. ആ ഖുർആനോത്തിനൊക്കെ പകരം, നമസ്കാരത്തിനും പകരം നമ്മൾ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മളെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക. ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിലെ ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇബാദത്തിന് വേണ്ടി കണ്ടെത്തുക. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ പിണക്കം ഈ ഒരു നല്ല ദിവസമായിട്ട്, മാസത്തിലെ നല്ല ദിവസങ്ങളായിട്ട് ആരും തന്നെ പിണങ്ങി നിൽക്കുന്നവരായിട്ടുണ്ടാകരുത്. എല്ലാവരോടും പോയി പിണക്കങ്ങളൊക്കെ മാറ്റണം, സലാം പറയണം. അല്ലാതെ ഒരാളോട് പിണങ്ങി നിന്നിട്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കുന്നതല്ല, നമ്മുടെ നിസ്കാരത്തിന് ഫലമുണ്ടാകുന്നതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയി മിണ്ടണം, സലാം പറയണം. അവരിങ്ങോട്ട് മിണ്ടുകയോ മിണ്ടാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമ്മൾ നമ്മളുടെ കടമകൾ നിർവഹിക്കുക. എങ്കിലേ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനൊക്കെ പടച്ചവൻ്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടുകയുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് മിണ്ടുക. പിന്നെ ഈ റജബിൻ്റെ ഈ നോമ്പിലൊക്കെ നമുക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ, സുഖമില്ലാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. അതൊക്കെ പ്രത്യേകം കൂലിയുള്ള നന്മയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ റജബിൽ നന്മയുള്ള കാര്യങ്ങൾ നമ്മൾ അധികരിപ്പിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മളിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. അടുത്ത ഈ ഒരു റജബ് മാസത്തിലും അള്ളാഹു നമുക്ക് ആരോഗ്യവും ആയുസ്സും സന്തോഷവുമുള്ള ഒരു ജീവിതം തന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ആയുസ്സൊക്കെ അന്നും തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.